അതെ, പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാക്കുന്ന കായ കുഴച്ചതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് കഞ്ഞിയോടൊപ്പം ഇച്ചിരി തൈരും കൂട്ടി സൂപ്പറാ. ഈ കറി വയ്ക്കാൻ ഏത്തക്കയാണേ നല്ലത്. ഞാനൊരു 7 ഏത്തക്ക തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് കറ കളയാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയെടുത്ത കഷ്ണങ്ങളെല്ലാം വേവിക്കാനായി ഒരു പാത്രത്തിലാക്കി നികക്കെ വെള്ളം ഒഴിച്ച് മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി വേവിക്കണം. കറിവേപ്പില മറക്കാതെ ചേർക്കണം കേട്ടോ. കായ വേകുന്ന നേരത്ത് അതിലേക്ക് ചേർക്കാനായി ഒരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് 1.5 കപ്പ് തേങ്ങയും 3 കുഞ്ഞുള്ളിയും 5-6 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടി ചേർത്ത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് നന്നായി അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ഏത്തക്ക ആയതുകൊണ്ട് നല്ല വേവുണ്ട്. വേണമെങ്കിൽ കുക്കറിലിട്ടും വേവിക്കാം. പക്ഷേ പാത്രത്തിലിട്ട് വേവിക്കുന്നതാണ് രുചി. സമയമെടുത്താലും നന്നായി വേവിക്കണം. കായ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർക്കാം. ഇത് സ്വല്പം അയഞ്ഞിരിക്കുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് ചേർക്കാം. ഈ കറിക്ക് ഇതിൽ കൂടുതൽ തേങ്ങ ചേർക്കരുത്. തേങ്ങ കൂടിപ്പോയാൽ കറിയുടെ രുചി പോകും. ഈ സമയത്ത് കറിക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോരെന്ന് വരികിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രം മൂടി വെക്കാം. ഇനി കറിയിലേക്ക് ഒരു താളിപ്പ് ചേർക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും 3 കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കടുക് പൊട്ടി വരുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഈ താളിപ്പ് കറിയിൽ ചേർത്ത് 5 മിനിറ്റ് മൂടി വെച്ച ശേഷം ഉപയോഗിച്ചാൽ അടിപൊളി കായ കുഴച്ചത് റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.